Hi friends, welcome to Codereka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ്സും ത്രെഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൾട്ടി ടാസ്കിംഗ് എന്താണ്, മൾട്ടി പ്രോസസ്സിംഗ് എന്താണ്, അതുപോലെ മൾട്ടി ത്രെഡിംഗ് എന്താണെന്നാണ്. അപ്പോൾ കാണാത്തവരേക്കാണ് ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രോസസ്സും ത്രെഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മിക്കവർക്കും ഇതിന്റെ ഡെഫിനേഷൻ അറിയായിരിക്കും, പക്ഷെ കൂടുതലായിട്ട് ഇതിന്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എക്സാമിനും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനും ഈ പാർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനേഷൻ തന്നെ. പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം വിച്ച് ഇസ് ഇൻ എക്സിക്യൂട്ടിംഗ് സ്റ്റേറ്റ്. എക്സിക്യൂട്ടിംഗ് സ്റ്റേറ്റിലുള്ള ഒരു പ്രോഗ്രാമിനെ നമുക്ക് പ്രോസസ്സ് എന്ന് വിളിക്കാം. ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ് പാർട്ട് ഓഫ് പ്രോസസ്സ്. ഒരു പ്രോസസ്സിന്റെ സബ് പാർട്ടിനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിൽ ഒരു മൂവി കാണുകയാണ്. അപ്പോൾ നിങ്ങൾ VLC മീഡിയ പ്ലെയറിലാണ് മൂവി ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളൊരു 2 മണിക്കൂറിൻ്റെ മൂവിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് മൂവി ഇങ്ങനെ വീഡിയോ പ്ലേ ആവും അല്ലേ? അതിൻ്റെ കൂടെ തന്നെ ആ മൂവിയുടെ ഓഡിയോയും പ്ലേ ആവുന്നുണ്ട്. അതായത് ആ ഡയലോഗും കാര്യങ്ങളും ഒക്കെ ഓഡിയോ പ്ലേ ആവും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ടൈമർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ഇപ്പം 2 ഹവറിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മൂവി പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ടൈമർ കൂടിക്കൂടി വരും ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ടൈമർ ഉണ്ട്. ആ 2 ഹവറിൽ നിന്ന് എത്രത്തോളം പ്ലേ ആയോ അത്രയും കുറച്ച് കാണിക്കും അല്ലേ? അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ടൈമർ കൂടി വരും, ഒരു സൈഡിൽ നിന്ന് കുറഞ്ഞു വരും. അതുപോലെ നിങ്ങൾക്ക് വോളിയം കൂട്ടാൻ കുറയ്ക്കാം. അങ്ങനെ VLC മീഡിയ പ്ലെയറിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം പാരലലി റൺ ചെയ്തിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഇപ്പൊ 2 മണിക്കൂറിന്റെ മൂവി കാണുമ്പോൾ 2 മണിക്കൂറിന്റെ വീഡിയോ ആദ്യം പ്ലേ ആയിട്ട് അതിനുശേഷമാണ് 2 മണിക്കൂറിന്റെ ഓഡിയോ പ്ലേ ആവുന്നതെന്ന് വിചാരിക്കുക. അതിനുശേഷം ആ 2 മണിക്കൂറിന്റെ ടൈമർ എക്സിക്യൂട്ട് ആവുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്താണ്, 2 മണിക്കൂറിന്റെ മൂവി 4-8 മണിക്കൂർ കൊണ്ടായിരിക്കും തീരുക. അപ്പൊ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഇതെല്ലാം പാരലലി ഒരേപോലെ റൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ മൂവി കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ അല്ലെ? വീഡിയോയും ഓഡിയോയും അതുപോലെ ടൈമർ അതിനനുസരിച്ച് കുറയണം. ഇതെല്ലാം ഒരേപോലെ എക്സിക്യൂട്ട് ആവണം. അപ്പൊ ഇതെല്ലാം കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്തിനാണ്? ആ VLC മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ, അതാണ് നമ്മുടെ പ്രോസസ്സ്, അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് അകത്തുള്ള സബ് പ്രോസസ്സുകൾക്കാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ഇപ്പൊ VLCയുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ VLC എന്ന് പറയുന്നത് പ്രോസസ്സും അതിൻ്റെ അകത്തുള്ള സബ് ടാസ്കുകൾ, അതായത് നമ്മുടെ ടൈമർ, അതുപോലെ ഓഡിയോ വീഡിയോ, അതുപോലെ അതിനകത്തുള്ള എല്ലാ ഓപ്ഷൻസും അതെല്ലാം ഓരോ ത്രെഡുകളാണ്. അതായത് അതിനകത്തെല്ലാം ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസ് എല്ലാം എന്താണ്, ഓരോ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഓരോരോ കൊച്ചു ത്രെഡുകളാണ്. മനസ്സിലായല്ലോ? ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഇപ്പൊ പ്രോസസ്സ് എന്താണ്, ത്രെഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻ എടുത്താലും എന്തെടുത്താലും ഇതുപോലെ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വേർഡ് ഡോക്യുമെന്റ് എടുത്തു. വേർഡ് ഡോക്യുമെന്റ് എടുക്കുമ്പോൾ എന്താണ്, അതിനകത്തും ഇതുപോലെ കൊച്ചു ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. അതെ, കൊച്ചല്ല, അതിനകത്തും ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർമാറ്റിങ്ങിന് ഒരു ത്രെഡ് കാണും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെല്ലിംഗ് ചെക്കർ ഉണ്ടായിരിക്കും, അതുപോലെ ഗ്രാഫിക്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രോസസ്സ് എന്താണ്, ത്രെഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. അതായത് പ്രോസസ്സ് ഹെവി വെയിറ്റ് ആണ്. ഹെവി വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിനകത്ത് ഒരുപാട് ത്രെഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഒരു പ്രോസസ്സ്. അപ്പൊ തീർച്ചയായും നമ്മൾ അതിനെ ഒരു ഹെവി വെയിറ്റ് എന്ന് പറയാം. ഓക്കെ. ഇനി ത്രെഡ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം എന്താണ്, ഓരോ ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ത്രെഡ് ഓരോ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ്ലി എടുത്തു കഴിഞ്ഞാൽ ഓരോ ത്രെഡ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ ഒരുപാട് ത്രെഡുകൾ ഒരു പ്രോസസ്സിൽ ഉള്ളത് കൊണ്ട് അത് ഹെവി വെയിറ്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് പോയിന്റ്, കോണ്ടാക്ട് സ്വിച്ചിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കോണ്ടാക്ട് സ്വിച്ചിങ് നിങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട. അത് നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPUവിന് അതായത് ഇപ്പം ഒരു മൾട്ടിപ്പിൾ ടാസ്ക് ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ CPU എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് അത് ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതിനുശേഷമാണ് അടുത്ത ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു ടാസ്ക് കഴിഞ്ഞ് വിത്തിൻ നാനോ സെക്കൻഡിൽ ഇത് സ്വിച്ച് ചെയ്ത് അടുത്ത ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായല്ലോ? അതായത് ഒരു പ്രോസസ്സ് ഇപ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് ഇതെല്ലാം വിത്തിൻ നാനോ സെക്കൻഡ്സിൽ നടക്കുന്നത് കൊണ്ട് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമ്മളത് വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് എല്ലാം ഒരേ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് തോന്നത്തുള്ളൂ. മനസ്സിലായല്ലോ? അതാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ച്.
ഓക്കെ, അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് പ്രോസസ്സിന്റെ കേസിലാണെങ്കിൽ ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കും. ഓക്കെ, ഇപ്പോൾ ത്രെഡ്സിന്റെ കേസിൽ അത് ഇൻഡിവിജ്വൽ ത്രെഡ്സ് ആയതുകൊണ്ട് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ടൈമിൽ എടുക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPU ഒരു സമയത്ത് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അത് ഈ വിത്തിൻ നാനോ സെക്കൻഡ്സിൽ അത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇതിന്റെ സ്പീഡ് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് ഇതെല്ലാം ഒരേ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു തോന്നുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ പ്രോസസ്സിന്റെ കേസിൽ ഇത് കൂടുതൽ സമയം എടുക്കും, ത്രെഡിന്റെ കേസിലാണെങ്കിൽ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ട് പ്രോസസ്സുകൾ തമ്മിൽ, ഇപ്പൊ ഒരു പ്രോസസ്സിനകത്ത് ഒരുപാട് ത്രെഡ് ഉണ്ട്, അടുത്ത പ്രോസസ്സിനകത്ത് ഒരുപാട് ത്രെഡ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പവർ പോയിന്റ് ഒരു പ്രോസസ്സാണ്, VLC മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞ വേറൊരു പ്രോസസ്സാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. ഈ രണ്ട് പ്രോസസ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതെപ്പോഴും കൂടുതൽ സമയം എടുക്കും. ഓക്കെ, കാരണം അതിനകത്ത് ഒരുപാട് ത്രെഡ്സുകളും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ രണ്ട് പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഞാൻ എഴുതി കൊടുക്കാൻ വിട്ടുപോയി. ഇവിടെ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുപോലെ ഇവിടെയും ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്നല്ല പറയുന്നത്. ത്രെഡിന്റെ കേസിൽ നമ്മൾ ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ത്രെഡ്സ് അല്ല, ഒരു പ്രോസസ്സിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ത്രെഡുകൾ തമ്മിലുള്ള ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷന് വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന അഡ്രസ് സ്പേസ്. അതായത് ഓരോ പ്രോസസ്സിനും ഡിഫറെന്റ് അഡ്രസ് സ്പേസ് ആണ്. അതായത് P1 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്, P2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. രണ്ടിനും ഡിഫറെന്റ് അഡ്രസ് സ്പേസ് ആയിരിക്കും. പക്ഷെ ഓരോ പ്രോസസ്സിനകത്ത് ഇപ്പൊ P1-നകത്ത് ഒരുപാട് ത്രെഡ്സ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്, P2-നകത്ത് ഒരുപാട് ത്രെഡ്സ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അപ്പൊ P1-നകത്തുള്ള എല്ലാ ത്രെഡ്സും ഒരേ അഡ്രസ് സ്പേസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അതുപോലെ P2-നകത്തുള്ള എല്ലാ ത്രെഡ്സും ഒരേ അഡ്രസ് സ്പേസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. കാരണം എന്താ, ഒരു പ്രോസസ്സിനകത്തല്ലേ, ഒരു പ്രോസസ്സിലെ എല്ലാ ത്രെഡ്സും ഒരേ അഡ്രസ് സ്പേസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് വേറൊരു പ്രോസസ്സായിട്ട് ഒരിക്കലും ഡിപ്പെൻഡന്റ് അല്ല. കാരണം എന്താണ്, ഇപ്പോൾ രണ്ട് പ്രോസസ്സ് ഉണ്ട്, ഒന്ന് പവർ പോയിന്റ്, ഒന്ന് VLC, രണ്ടും ഡിഫറെന്റ് പ്രോസസ്സാണ്. അപ്പോൾ വേറെ ഒന്നുമായിട്ട് ഒരിക്കലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് രണ്ട് ഇൻഡിപെൻഡന്റ് പ്രോഗ്രാംസ് ആണ്, അതുകൊണ്ട് ഡിപ്പെൻഡൻസി ഇല്ല. പക്ഷെ ത്രെഡ്സിന്റെ കേസിൽ അതല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്. കാരണം എന്താണ്, ഒരു പ്രോസസ്സിൽ ഒരുപാട് ത്രെഡ് ഉണ്ട്, അപ്പൊ തീർച്ചയായും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ, ഇനി പ്രോസസ്സിന് സിങ്ക്രണൈസേഷൻ ആവശ്യമില്ല, പക്ഷെ ത്രെഡ്സിന് സിങ്ക്രണൈസേഷൻ ആവശ്യമാണ്. കാരണം ഇത് പാരലലി എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഇതെല്ലാം ഒന്നിച്ച് ഡിപ്പെൻഡ് ആയി പോകുന്നത് കൊണ്ട് ഇതിനൊരു സിങ്ക്രണൈസേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിന്റെ കേസിൽ റിസോഴ്സ് കൺസംഷൻ മോറാണ്, പക്ഷെ ത്രെഡിന്റെ കേസിൽ കുറവാണ്. കാരണം എന്താണ്, പ്രോസസ്സിനകത്ത് ഒരുപാട് ത്രെഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരുപാട് റിസോഴ്സ് കൺസ്യൂം ചെയ്യേണ്ടി വരും. ഇപ്പോൾ റിസോഴ്സ് കൺസംഷൻ എന്ന് പറയുന്നത് പ്രോസസ്സിന്റെ കേസിൽ കൂടുതലും, ത്രെഡ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിംഗിൾ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സബ് പ്രോസസ്സാണ്. അപ്പോൾ റിസോഴ്സ് കൺസംഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഇനി ടൈം ഓഫ് ക്രിയേഷൻ, അതായത് ഇപ്പോൾ പ്രോസസ്സിന്റെ കേസിലാണെങ്കിൽ ഒരു പ്രോസസ്സ്, കാരണം അതിനകത്ത് ഒരുപാട് ത്രെഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ ഒരുപാട് ടൈം വേണം ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ ത്രെഡിന്റെ കേസിൽ അതിന് വളരെ കുറച്ച് ടൈം മതി ക്രിയേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാൻ ഇപ്പം അതിനകത്ത് എല്ലാ സബ് ടാസ്കുകളും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമല്ലേ അത് ടെർമിനേറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് പ്രോസസ്സിന് അത് കൂടുതൽ സമയം എടുക്കും. പക്ഷേ ത്രെഡിന്റെ കേസിൽ അത് ചെറിയ ത്രെഡുകളല്ലേ, അപ്പോൾ ചെറിയ ത്രെഡുകളെന്നല്ല, ഓരോ ടാസ്കിനും ഓരോ ത്രെഡാണല്ലോ. അപ്പോൾ ഓരോ ത്രെഡ്സിന്റെ കേസായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യാൻ വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ലാസ്റ്റ് പോയിന്റ്സ്, ഈ 2-3 പോയിന്റ്, അതായത് റിസോഴ്സ് കൺസംഷൻ, ടൈം ഓഫ് ക്രിയേഷൻ, ടൈം ഓഫ് ടെർമിനേഷൻ, ഇതെല്ലാം പ്രോസസ്സിന്റെ കേസിൽ കൂടുതലും ത്രെഡിന്റെ കേസിൽ കുറവാണ്. ഓക്കെ, അപ്പൊ ഇത് 3 ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇത്രയും പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്, അഡ്രസ് സ്പേസ്, ഡിപ്പെൻഡൻസി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും പോയിന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. താങ്ക് യു.